യോഗ എനിക്കായി സമൂഹത്തിനായി എന്ന സന്ദേശവുമായി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. യോഗ എനിക്കായി സമൂഹത്തിനായി എന്ന സന്ദേശവുമായി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ്ങോ എല്ലാം കൂടുന്നത്, പക്ഷെ യോഗ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. വിത്തൗട്ട് ആ സ്ട്രെസ്സോ സ്ട്രെയിനോ ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും എല്ലാം കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഫിസിക്കൽ ഉള്ള സ്ട്രെങ്ത്തിന് അതിനുപരിയായിട്ട് നമ്മളുടെ ഒരു മെന്റലി നമ്മൾക്കൊരു സെന്ററിംഗ് എന്ന് പറയും, നമുക്കൊരു ക്ലാരിറ്റി, ഒരു മറ്റേ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതിനൊരു എബിലിറ്റി. അപ്പൊ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ്. വനിതാ ശിശു ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ യോഗാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും യോഗ പതിവായി ചെയ്യുന്നത് സഹായകമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിത്യവും യോഗശീലമാക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർ പി പ്രതീക്ഷ, എ ജയ, കെ ബീന തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി എസ് ശ്യാമമോൾ ചടങ്ങിന് സ്വാഗതവും ആശുപത്രി ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷ് നായർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണനെയും വി ജയറാമിനെയും ജില്ലാ പോലീസ് മേധാവി ആദരിച്ചു. തുടർന്ന് യോഗ അനുസൃത ഭക്ഷണക്രമവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ആശുപത്രി ഡയറ്റീഷ്യൻ ജെസ്സി ക്ലാസ് നയിച്ചു. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ ഡാൻസും ചേർത്തല എസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റോൾ പ്ലേയും നടത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.